നമസ്കാരം, ഷാംസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കുമ്പനാടുള്ള ദീപുവിൻ്റെ കനലിലെ വിശേഷങ്ങളുമായിട്ടാണ്. ലാബ്രഡോർ, ജർമ്മൻ ഷെപ്പേർഡ്, റോഡ് വീലർ, ബീഗിള്, അങ്ങനെ കുറേയധികം ബ്രീഡുകളെ പരിപാലിക്കുന്ന ഒരു കനലാണ് ദീപുവിൻ്റെ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോടൊപ്പം നമ്മൾ കുറച്ച് ഡോഗ്സിൻ്റെ ഗ്രൂമിങ് ടിപ്സ് കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണ് നമ്മുടെ ദീപുവിൻ്റെ കനലിലെ വിശേഷങ്ങളെന്ന് കണ്ടു നോക്കാം. എൻ്റെ പേര് ദീപു, കുമ്പനാടാണ് എൻ്റെ സ്ഥലം. 1.5 വർഷമായിട്ട് ഞാനിവിടെ കെനൽ നടത്തുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ള ബ്രീഡ്സ് നിയോപോളിറ്റൻ മസ്റ്റിഫ്, പാകിസ്ഥാൻ ബുള്ളി, റോട്ട് വീലർ, ഹസ്കി, പിറ്റ്ബുള്ള്, ഷെപ്പേർഡ്, ലാബ്, ബെർണാഡ്, ഇത്രയാണ് എൻ്റെ കയ്യിലിപ്പം നിലവിലുള്ളത്. തുടക്കമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഷെപ്പേർഡിനെ വെച്ചിട്ടാണ് തുടങ്ങിയത്. ഞാൻ മാരാമണ്ണ് ഒരു ഷോപ്പിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ അങ്ങനെ വളർത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിനോടൊരു കമ്പം തോന്നി. പിന്നെ അടുത്തയിലേക്ക് ലാബിലേക്ക് മാറി. പിന്നെ വീണ്ടും ഒരു ഷെപ്പേർഡിനെ എടുത്തു, പിന്നെ ഒരു പിറ്റിനെ എടുത്തു. അങ്ങനെയാണ് ഇത്രയും ബ്രീഡ്സിൽ എത്തി നിൽക്കുന്നത്. നമുക്കൊരു വീട്ടിലേക്ക് ഇപ്പം വലിയ കെയറിങ് ഒന്നും ഇല്ലാതെ വളർത്താൻ പറ്റിയ ബ്രീഡ് ഏതാണ്? അത് കെയറിങ് എല്ലാ ബ്രീഡിനും അതിൻ്റേതായിട്ടുള്ള ഒരു കെയർ കൊടുക്കണം. പിന്നെ എന്നാലും എളുപ്പമെന്ന് പറഞ്ഞാൽ ലാബൊക്കെ അത്യാവശ്യം സിമ്പിളായിട്ടുള്ളൊരു ഡോഗാണ്. ദീപുവിൻ്റെ കനലിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏത് ബ്രീഡിൻ്റെ പപ്പിക്ക് വേണ്ടിയാണ് വരുന്നത്? എൻ്റെ കെനലിലെന്നല്ല, എല്ലാ കെനലിലും ഏറ്റവും ആദ്യം ചോദിച്ചു വരുന്നതെന്ന് പറഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ചോദിച്ചു വരുന്നതെന്ന് പറഞ്ഞാൽ ലാബ്, ഡാഷ് ഉണ്ട്, പിന്നെ അതുപോലെ പോമില്ലേ, സ്പിറ്റ്സ്, അങ്ങനത്തേനൊക്കെയാണ് കൂടുതലും ചോദിച്ചു വരുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ അങ്ങനെ അധികം പപ്പീസ് ലാബിൻ്റെ ഒന്നും വരാറില്ല. അപ്പോൾ അതാണ് സംഭവം. ഏറ്റവും കൂടുതൽ എൻക്വയറീസൊക്കെ വരുന്നത് ഈ പറഞ്ഞ ടോയ് ബ്രീഡ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ലാബ്, അങ്ങനത്തെ ബ്രീഡ്സിനൊക്കെയാണ് കൂടുതലും വരുന്നത്. ഈ ലാബ് അല്ലെന്നുള്ള ഡാഷിനെയൊക്കെ കൂടുതൽ ആൾക്കാർ ചോദിച്ചു വരാനുള്ള കാരണം എന്തായിരിക്കും? അതിൻ്റെ ഗ്രൂമിങ്ങിലുള്ള എളുപ്പം കൊണ്ടായിരിക്കും? എനിക്ക് തോന്നുന്നത് ഗ്രൂമിങ്ങിനുള്ള എളുപ്പമൊന്നുമല്ല. ഇപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ഈ ബാക്കി ബ്രീഡ്സുമായിട്ട് അങ്ങോട്ട് പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എൻ്റെ കൊച്ചിലെ തൊട്ട്, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ ആണല്ലോ ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റുന്ന എല്ലാ വീഡിയോകളും കണ്ടുവരുന്ന ഡോഗ്സ് എന്ന് പറഞ്ഞാൽ ഈ ലാബ്, ഡാഷ്, അങ്ങനത്തെ ഈ സ്പിറ്റ്സ് കാര്യങ്ങളുമൊക്കെ. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ മറ്റുള്ള ബ്രീഡ്സിലേക്ക് ഇവർ അങ്ങോട്ട് ശ്രദ്ധിച്ച് തുടങ്ങിയിട്ടില്ല. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. പിന്നെ മെയിൻ്റനൻസ് കുറവാണ്. തീർച്ചയായിട്ടും മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂമിംഗ് ഒന്നും അത്ര ഹെവി ആയിട്ടൊന്നും വേണ്ടാത്തൊരു ഡോഗ് തന്നെ, ഒരു വെറൈറ്റി ബ്രീഡ്സ് തന്നെയാണിത്. ഡാഷ് ആണെങ്കിലും ലാബ് ആണെങ്കിലും അങ്ങനെ പുറകെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയൊരു ഒരു ഗ്രൂമിംഗ് ഒക്കെ വേണം. ദീപു, ഇവിടെ കെനലിൽ ഡോഗ്സിനെ, പപ്പീസിനെ എല്ലാം എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് വിൽക്കുന്നത്? അല്ലെന്നുണ്ടെങ്കിൽ അതിനുള്ള വാക്സിനേഷൻ, അതിനുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. പിന്നെന്താ, ഞാനിവിടെ ലിറ്റർ റേഞ്ച് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ്ലി ഒരു 45 തൊട്ട് കൊടുത്തു തുടങ്ങും. മദർ മിൽക്ക് ഒരു ഏകദേശമൊക്കെ കുടിച്ച് തീർത്തിട്ട് അത്യാവശ്യം ഒറ്റയ്ക്ക് നിൽക്കാമെന്നുള്ളതെന്ന് വെച്ചാൽ സെൽഫായിട്ട് ഫീഡ് ചെയ്യാമെന്നുള്ള ഒരു രീതി വരുമ്പോൾ മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ. പിന്നെന്താ, ഫസ്റ്റ് വാക്സിൻ മാക്സിമം എടുത്താണ്, അല്ലെങ്കിൽ എടുക്കുന്ന ആളിനോട് ഞാൻ പറഞ്ഞിട്ടാണ് വിടുന്നത്. ഇന്ന ദിവസം തന്നെ പോയി എടുക്കണമെന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ പറയുന്നവരുണ്ട് വാക്സിൻ എടുത്ത് തരാമോന്ന്. നമ്മൾ അങ്ങനെ ചെയ്ത് മാക്സിമം നമ്മൾ അങ്ങോട്ട് ചോദിക്കും, റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് വാക്സിൻ എടുത്ത് തരട്ടെ, ആ ഒരു രീതിയിൽ. ചിലർ എന്ന് പറഞ്ഞാൽ മടിയാണ്, ചിലർ എടുക്കത്തില്ല ഈ സംഭവമൊക്കെ. ഈ പപ്പി സ്റ്റേജ് അല്ല, അപ്പോൾ പ്രോപ്പറായിട്ട് വാക്സിനും കാര്യങ്ങളൊക്കെ എടുത്തില്ലെങ്കിൽ ഡിസീസൊക്കെ വരാൻ ചാൻസ് ഒത്തിരി കൂടുതൽ. ഇമ്മ്യൂണിറ്റി പവർ കുറവല്ലേ പപ്പീസിന്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അല്ലാതെ നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണല്ലോ ഒരു 45-50 ആ ഒരു ഡേയ്സിനുള്ളിൽ തന്നെ എല്ലാം കൊടുത്തു തുടങ്ങുന്നത്. നമ്മൾ ഒരു പപ്പി ആണെങ്കിൽ ജനിച്ചു കഴിഞ്ഞിട്ടൊരു 15ാമത്തെ ദിവസവും പിന്നെ ഒരു 30ാമത്തെ ദിവസവും നമ്മൾ ഡീവാം ചെയ്തിട്ടാണ് നമ്മൾ പ്രോപ്പർലി ഡീവാം ചെയ്തിട്ടാണ് ഒരു പപ്പി ആ ഒരു സ്റ്റേജിലത്തേക്ക് മാറ്റുന്നത്. പിന്നെ നമ്മളൊരു പപ്പി സ്റ്റേജിലുള്ള ഡീവാമിംഗ് എന്ന് പറയുമ്പോൾ ലിറ്റർ റേഞ്ച് കഴിഞ്ഞ് 15ാമത്തെ ദിവസം നമ്മൾ ഫസ്റ്റ് ഡീവാം ചെയ്യും. അത് കഴിഞ്ഞിട്ട് 30ാമത്തെ ദിവസം ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ 45 ദിവസം തൊട്ട് 50 ഉള്ള ആ ഒരു റേഞ്ചിൽ നമ്മൾ കസ്റ്റമറിന് കൊടുത്തു വിടുക. പിന്നെ വാക്സിന് മുമ്പേ എന്താണല്ലോ, വാക്സിൻ എടുക്കുന്നതിന് ഒരു ഒരാഴ്ച മുമ്പേ എങ്ങനെയാണല്ലോ ഡീവാം ചെയ്യാമെന്ന് പറയും. എന്നിട്ട് ഡീവാം സാധാരണ ചെയ്യാറുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് മന്ത്ലി വൺസാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പപ്പി സ്റ്റേജിലുള്ള ഫീഡിങ് ആണെങ്കിൽ പറഞ്ഞു വരുവാണെങ്കിൽ, നമ്മൾ കണ്ണ് വിരിഞ്ഞ് കണ്ണ് വിരിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹാൻഡ് ഫീഡിങ് തുടങ്ങുന്നത്. നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റോയൽ ക്യാനിൻ മേടിക്കും, ചെറിയ പാക്കറ്റ് മേടിച്ചിട്ട്, പിന്നെ പപ്പി സെർലാക്ക്, പിന്നെ അതിൻ്റെ കൂടെ കാൽസ്യത്തിൻ്റെ മറ്റേ സിങ്കോവിറ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടിയ ക്വാണ്ടിറ്റി, എത്ര പപ്പീസ് ഉണ്ടോ അതിന് വേണ്ടിയ ക്വാണ്ടിറ്റി നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ
ഹാൻഡ് ഫീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു കസ്റ്റമറിനൊരു ഡോഗിനെ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പപ്പിയെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും, പ്രോപ്പറായിട്ട് എല്ലാം ക്ലിയറാക്കി പറഞ്ഞു കൊടുത്തിട്ടേ ഒരു പപ്പിയെ നമ്മൾ കൊടുക്കാറുള്ളൂ. എന്ന് പറഞ്ഞാൽ ഫീഡിങ്ങിൻ്റെ കാര്യമാണെങ്കിലും എന്താണെങ്കിലും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ അറിയാത്തവരുണ്ട് ഒരു ഡോഗിന് എന്താണ് കൊടുക്കേണ്ടത്, ആ ഒരു പ്രോപ്പറായിട്ടുള്ള കെയറിങ് എങ്ങനെ കൊടുക്കണം എന്നുള്ള അറിയാത്തവരുണ്ട്. നമ്മളത് പറഞ്ഞു കൊടുക്കും, ഇന്നത് കൊടുത്താൽ ഇന്ന രീതിയിൽ ആ പപ്പി ആകും, അല്ലാതെ വെറുതെ റൈസും കൊടുത്തിട്ട് കാര്യമില്ല. പിന്നെ അതിൻ്റെ കൂടെ ഫുഡ് മാത്രം പോരാ, ഇതുപോലെ മൾട്ടി വൈറ്റമിനും കാര്യങ്ങളും എല്ലാം കൊടുത്താലേ ആ പപ്പി അതിൻ്റെതായിട്ടുള്ള രീതി കയറി വരത്തുള്ളൂ. അപ്പോൾ അതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുക്കും. നമ്മൾ ഒരു പപ്പിയെ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ മിനിമം ഒരു പപ്പി സ്റ്റേജിൽ ഒരു 4 times ഫീഡ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഒരിക്കലും ഓവർ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡൈജഷന് ഒത്തിരി ഇഷ്യൂ വന്നിട്ട് പിന്നെ അതിൻ്റെ പുറകെ നടക്കേണ്ടി വരും. നമ്മൾ മാക്സിമം 4 times ഡെയിലി സെയിം ക്വാണ്ടിറ്റി തന്നെ ഫീഡ് ചെയ്യുക, ഓവർ ക്വാണ്ടിറ്റി ആക്കരുത്. ക്വാണ്ടിറ്റി ഫീഡ് ചെയ്തിട്ട് ഒരു 6 മാസമൊക്കെ അല്ല ഒരു 6 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് അത് 2 times ആക്കി ചെറുതായിട്ട് റൈസിലേക്ക് മാറി അങ്ങനെ ചെയ്യാവും. അല്ലാതെ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പട്ടി എന്ത് വേണേലും കഴിക്കും, അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോൾ പപ്പി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞിട്ട് ഇന്ന സമയം കഴിയുമ്പോഴത്തേക്ക് റൈസ് ഫീഡ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ആ പട്ടിക്ക് കാണും. ആ ഒരു പ്രശ്നമുള്ളൂ. അത് നമ്മൾ മാക്സിമം 4 times ആണ് ഫീഡ് ചെയ്യാൻ പറയുന്നത് പപ്പി സ്റ്റേജിൽ. പിന്നെ ഒരു സെമി അഡൾട്ട് ആകുമ്പോഴാണ് 2 times ആക്കാൻ പറയുന്നത്. ഇപ്പോൾ ഒരു പപ്പി സെലക്ഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് വേണം നമ്മളൊരു ഡോഗിനെ അല്ലെങ്കിൽ ഒരു പപ്പിയെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ. ഇപ്പം നമുക്ക് പെറ്റ് പർപ്പസിനാണെങ്കിൽ അതിനായിട്ടുള്ളൊരു വെറൈറ്റി തിരിഞ്ഞിട്ടുണ്ട്. പിന്നെ അല്ലാതെ ഗാർഡിയും കൂടെ ആവശ്യമുണ്ടെങ്കിൽ അതിനായിട്ട് വേറൊരു വെറൈറ്റി ഉണ്ട്. പിന്നെ അതുകൂടാതെ നമ്മുടെ ബഡ്ജറ്റും കൂടെ ഫിക്സ് ചെയ്തിട്ട് വേണം നമ്മളൊരു പപ്പിയെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുമാത്രമല്ല അഭിപ്രായം ചോദിക്കണം. അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാവുന്നവരോട് അഭിപ്രായം ചോദിക്കണം. എന്ന് വെച്ചാൽ പട്ടിയെപ്പറ്റി അല്ലെങ്കിൽ ഒരു ബ്രീഡർ ആയിക്കോട്ടെ, പട്ടിയെപ്പറ്റി നല്ലതായിട്ട് അറിയാവുന്നവരെ ഒരു 1-2 പേരോട് ചോദിക്കണം, ഇത് വളർത്തിയാൽ എങ്ങനെയുണ്ട്, ഇത് വളർത്തിയായിട്ട് കാര്യമുണ്ടോ, അങ്ങനെ രീതി ചോദിച്ച് മനസ്സിലാക്കി പിന്നെ ബഡ്ജറ്റ് ഫിക്സ് ചെയ്തിട്ട് എന്നിട്ടേ ഒരു ഡോഗിലേക്ക് ചൂസ് ചെയ്യാവും. പിന്നെ പപ്പി സെലക്ഷൻ്റെ മെയിൻ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പപ്പി സ്റ്റേജിൽ ഏതൊരു ഡോഗാണെങ്കിലും നാടൻ പട്ടിക്കുട്ടിയാണെങ്കിൽ പോലും നല്ല ക്യൂട്ടായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ പേരൻസിനെയും കൂടെ കണ്ടിട്ട് ഒരു പപ്പിയെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. നമ്മളിപ്പോൾ ഒരു പപ്പിയെ സെലക്ട് ചെയ്യുന്നതിൻ്റെ ആ സെയിം ഒരു ഇതിൽ തന്നെയാണ് നമ്മൾ ആദ്യം ഒരു ബ്രീഡറിനെ ഫിക്സ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ നമ്മളൊരു കസ്റ്റമറാണ് ഒരു പട്ടിയെ മേടിക്കാൻ പോകുന്നത്, മനസ്സിലായി. അപ്പോൾ നമ്മളൊരു പട്ടിയെ വാങ്ങിക്കഴിഞ്ഞിട്ട് അവിടെ കൊണ്ട് ബന്ധം അങ്ങനെ ഒഴിവാക്കാൻ നോക്കില്ല. കാരണം പട്ടിയുടെ പാസ്റ്റ് എന്താണെന്ന് അറിയണം, അതിനെന്താണ് ഫീഡ് ചെയ്ത് അത് എന്തുവരെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു രീതികൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ പട്ടിക്ക് അത്രയും നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ ഫുഡിൻ്റെ കാര്യമാണെങ്കിലും അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ മാക്സിമം നല്ലൊരു മൃഗത്തിനെ പറ്റി അല്ലെങ്കിൽ ഒരു പട്ടിയെ പറ്റി അറിയാവുന്ന ഒരാളുടെ നിന്ന് മാക്സിമം ഒരു പട്ടിയെ നമ്മൾ മേടിക്കുക. അതുപോലെ തന്നെ നമ്മൾ 2 ദിവസത്തേക്കല്ല 4 ദിവസത്തേക്ക് വേണ്ടിയിട്ടല്ല നമ്മളൊരു പപ്പിയെ മേടിക്കുന്നത്. അത് ജനിച്ചത് തൊട്ട് മരിക്കുന്നിടം വരെ നമ്മുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലായോ. അപ്പോൾ അതുപോലെ നല്ല ഒരു ഡോഗിനെ നോക്കി മേടിക്കുക. പിന്നെ അല്ലാതെ വളർന്നു വന്നു കഴിയുമ്പോൾ ഞാൻ ഇങ്ങനത്തേനെ അല്ല പ്രതീക്ഷിച്ചത്, കൊച്ചിൽ ഇങ്ങനെയല്ലായിരുന്നിരുന്നത്, ആ ഒരു രീതി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മനസ്സിലൊരു സങ്കടം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ദീപു ഇപ്പം ഇത്രയും ഡോഗ്സിനെ ഇവിടെ നമ്മുടെ കനലിൽ പരിചരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ഡോഗ്സിൽ കണ്ടുവരുന്ന രോഗങ്ങൾ എന്താണ്, അതെങ്ങനെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു പപ്പി സ്റ്റേജിലാണെങ്കിൽ കൂടുതലും കണ്ടുവരുന്നത് ഒന്ന് ഡൈജഷൻ്റെ ഇഷ്യൂസ് വരുന്നുണ്ട്, പിന്നെ സ്കിൻ അലർജി, പിന്നെ ടിക്സിൻ്റേത്. ഇത് 3ഉമാണ് ഏറ്റവും കൂടുതൽ ഡോഗ്സിന് കേട്ടറിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ ഡൈജഷൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പെട്ടെന്ന് ഫുഡ് മാറി കൊടുക്കുന്നത്, പിന്നെ അല്ലാതെ ഓവർ ഫീഡ് ചെയ്തിട്ട് വൺ സീനായിട്ട് നിൽക്കുന്ന ആ ഒരു പ്രോബ്ലം വരുന്നുണ്ട്. അപ്പം അതിനാണ് പറഞ്ഞത്, ഇപ്പം നമ്മൾ ഫീഡ് ചെയ്യുവാണെങ്കിൽ മാക്സിമം നമ്മളൊരു സെയിം ക്വാണ്ടിറ്റി അല്ല എന്തെങ്കിലും ഒരു ചെറിയൊരു പാത്രം എന്തെങ്കിലും എടുത്ത് വെച്ചിട്ട് എന്നും കൊടുക്കുന്ന സെയിം അളവിൽ തന്നെ നമ്മൾ എത്ര ടൈംസ് ആണോ ഫീഡ് ചെയ്യുന്നത് അത് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ഡൈജഷൻ്റെ പ്രോബ്ലം ഒഴിവാക്കാം. പിന്നെ അത് മാത്രമല്ല ഈ സ്കിന്നിൻ്റെ അലർജി വരുന്നുണ്ട്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പപ്പി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ എന്താണല്ലോ വീട്ടിനകത്തായിരിക്കും മാക്സിമം അതിനെ ഇടുന്നത്. അപ്പോൾ നമ്മുടെ ഈ ടൈല് കാര്യങ്ങളൊക്കെ തുടയ്ക്കുന്ന ഈ ഡെറ്റോളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഈ പട്ടിയുടെ സ്കിന്നിൽ അലർജി വരും. അപ്പോൾ ആ ഒരു അലർജി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ഒരു തുണി വിരിച്ചിട്ടോ
അല്ലെങ്കിൽ ഒരു റബ്ബർ മാറ്റ് ഇട്ടിട്ടോ അങ്ങനെയൊക്കെ ഇടുവാണെങ്കിൽ ഈ ഒരു അസുഖത്തിൽ നിന്ന് നമുക്ക് അതിനെ അങ്ങ് ഒഴിവാക്കാം. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂമിങ് വരുന്നുണ്ട്. ഗ്രൂമിങ് ചെയ്യാതെ ചിടക്ക് പിടിച്ച് അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അത് അസുഖമായിട്ടല്ല, എന്നാലും പറയുക. പിന്നെ ടിക്സിൻ്റേത് വരുന്നുണ്ട്. ടിക്സ് നമ്മൾ വൃത്തിക്ക് നോക്കാതിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആ ഒരു ടിക്സിൻ്റെ പ്രോബ്ലം വരുന്നത്. അപ്പോൾ അതിന് മെഡിസിൻ കിട്ടും. അത് നമ്മൾ വേണ്ട രീതി കറക്റ്റായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ അതൊരു പ്രശ്നമാകും. ഓവർ ക്വാണ്ടിറ്റി യൂസ് ചെയ്താലും സ്കിൻ അലർജി വരും പെട്ടെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെയുണ്ട്. പിന്നെ ഓരോ ബ്രീഡിൻ്റെ ഗ്രൂമിങ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഷെപ്പേർഡ്, ബെർണാഡ് അത് വേറെ സെക്ഷൻ, പിന്നെ അല്ലാതെ ലാബ്, പിന്നെ അതുപോലെ ഡാഷ് അത് വേറെ സെക്ഷൻ, അങ്ങനെ പല സെക്ഷനുണ്ട്. എന്ന് വെച്ചാൽ ഹെയറി ബ്രീഡ്സിനാണ് നമ്മൾ മാക്സിമം വൃത്തിക്ക് നോക്കേണ്ടത്. അല്ലാതെ ഈ ചെറിയ ബ്രീഡ്സിനൊന്നും അങ്ങനെ വലിയ പ്രശ്നമൊന്നും വരുന്നില്ല. എന്നാലും മാക്സിമം ഡെയിലി വൺസ് ഗ്രൂം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ളൊരു ഷൈനിങ്, ഒരു വ്യത്യാസം ആ ഒരു ഡോഗിനകത്ത് കാണും. പിന്നെ കുളിപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ഗ്രൂം ചെയ്യുന്ന ഡോഗിന് ഒരു വീക്ക്ലി വൺസ് അല്ലെങ്കിൽ മന്ത്ലി വൺസിൻ്റെ ആവശ്യമുള്ളൂ. അല്ലാതെ എന്നും കുളിപ്പിക്കണമെന്നോ അങ്ങനത്തെ ഇതൊന്നുമില്ല. സ്മെല്ലോ കാര്യങ്ങളോ അങ്ങനെ അടിക്കാൻ ചാൻസ് ഇല്ല ഡെയിലി ഒന്ന് നല്ലപോലെ വൃത്തിക്ക് ഗ്രൂം ചെയ്യുന്ന ഒരു ഡോഗ് അല്ലെങ്കിൽ ഒരു പപ്പി ആണെങ്കിൽ. നമ്മൾ ഗ്രൂമിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിനകത്തിലൊരു കുറച്ച് സെക്ഷനായിട്ട് തിരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കോമ്പിങ് വരുന്നുണ്ട്, നെയിൽ ക്ലീൻ ചെയ്യേണ്ട വരുന്നുണ്ട്, പിന്നെ ഇയർ വാക്സ് വരുന്നുണ്ട്, പിന്നെ ഐസിന് എന്ന് വെച്ചാൽ ഹ്യൂജ് ബ്രീഡ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ളതിനൊക്കെ ഈ കണ്ണിൻ്റെ അടുക്ക് പീള കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. അത് അങ്ങനെ ഹ്യൂജ് ഡോഗ്സിന് മിക്കതും വരും. പക്ഷേ ഓവറായിട്ട് വരുവാണെങ്കിൽ നമുക്കതിനെ സെപ്പറേറ്റ് കെയർ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. പിന്നെ സിപ്ലോക്സ് ഡി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഐ ഡ്രോപ്പ് കിട്ടും. അത് എല്ലാവരും മാക്സിമം അതാണ് യൂസ് ചെയ്യുന്നത്. അത് നല്ല ക്ലീനായിട്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. പിന്നെ നെയിൽ കട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്തവർ ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നെയിലിൻ്റെ ഇടയ്ക്ക് നമ്മുടേതുപോലെ തന്നെയാണ് മാംസം കയറി വന്നിട്ടുണ്ട്. നമ്മൾ നെയിൽ ഈ കാലിനേക്കാളും വെളിയിലോട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളത് കയറ്റി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് വരും. അപ്പോൾ മാക്സിമം ഈ ടൈലേലോ അല്ലെങ്കിൽ സിമെൻറ്റ് തറയിലോ ഒന്നും ഇടായിരുന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഒഴിവായി. ഈ തടിക്കൂട്ടിലല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മമാർ തന്നെ നെയിൽ മാറ്റിക്കോളൂ, ഉരച്ച് കളഞ്ഞോളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം ഒഴിവാക്കാം. എന്ന് വെച്ചാൽ ഈ നെയിൽ കയറ്റി കട്ട് ചെയ്ത് ബ്ലഡ് വരുന്നത്. പിന്നുള്ളത് ഇയർ വാക്സ് നമ്മൾ കുളിപ്പിക്കുമ്പോഴൊക്കെ ചെവിക്കകത്ത് വെള്ളം പോയി ഒത്തിരി പ്രശ്നം വരുന്നുണ്ട്. പിന്നല്ലാതെ ഇയർ വാക്സ് നമ്മൾ ഗ്രൂമിങ് സൈഡിൽ വരുമ്പം എപ്പോഴും ക്ലീൻ ചെയ്യേണ്ട കാര്യമല്ല, എന്നാലും ഇടയ്ക്കൊന്ന് നോക്കേണ്ട കാര്യം തന്നെയാണ്. വാക്സ് കൂടി കിടന്ന് ചെവിക്കകത്ത് അഴുക്കെത്തി അതങ്ങ് വൃത്തിയിടാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ അതൊക്കെ സെപ്പറേറ്റായിട്ട് നമ്മളൊന്ന് കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഡോഗ് എപ്പോഴും പെർഫെക്റ്റായിട്ട് തന്നെ നടക്കും. പിന്നെ നമ്മളിപ്പോൾ ഒരു ലീഷയെ കൊണ്ടു നടക്കുന്ന ഡോഗാണെങ്കിൽ മാക്സിമം കണ്ടുവരുന്നതാണ് കോളർ എപ്പോഴും ലീഷയിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാലും കോളർ എപ്പോഴും ആ ഡോഗിൻ്റെ കഴുത്തിൽ കാണും. അപ്പോൾ ഈ നൈലോണും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ ഡോഗിൻ്റെ കഴുത്തിൽ ചുറ്റുമുള്ള പൂട പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ അതൊരു അലർജി ആയിട്ട് അത് വിഷയമായി മുറിവാകാൻ പെട്ടെന്ന് ചാൻസ് കൂടുതലാണ്. മാക്സിമം നിങ്ങളൊരു ഡോഗിനെ ലീഷയിൽ നിന്ന് ഒഴിവാക്കുവാണെങ്കിൽ മാക്സിമം കോളറും കൂടെ മാറ്റാൻ ശ്രമിക്കുക കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങ് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നമുക്ക് ഒഴിവാകാം. ദീപ്, ഇപ്പം നമ്മുടെ കനലിലെ ഡോഗ്സിൻ്റെ എല്ലാം പരിപാലനം എങ്ങനെയാണ്? പരിപാലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരു 5:30 ആകുമ്പോഴത്തേക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. രാവിലെ ഒരു 5:30 തൊട്ട് ഒരു 9 മണി വരെ പോയി എങ്ങനെയാണേലും ഇതിൻ്റെ കൂടെ നിൽക്കേണ്ടി വരും. രാവിലെ ഒരു 5:30 കയറി ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് എല്ലാത്തിനെയും ഒന്ന് അഴിച്ചു വിട്ട് പിന്നെ ഒന്ന് ചെറിയൊരു ഗ്രൂമിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്ത് പരിപാടിയെല്ലാം തീരുമ്പോഴത്തേക്ക് 9 മണിയാകും. പിന്നെ അതിൻ്റെ ഫുഡിൻ്റെ കാര്യം അന്നേരം ലൈറ്റായിട്ട് കുറച്ച് ഫുഡ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഡ്രൈ ഫുഡ് കുറച്ച് കൊടുത്തിട്ട് പിന്നെ വൈകുന്നേരം ഒരു 5, പിന്നെ അവിടുത്തെ പണി തീർന്നു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം 5:30. ഈ 2 ടൈമാണ് ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുമ്പോൾ. വൈകുന്നേരം ഒരു 5:30 ആകുമ്പോൾ ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ പുറത്തിറക്കി നടത്തിച്ച് അന്നേരത്തേക്ക് കൂടെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എന്നിട്ട് പിന്നെ തിരിച്ചവരെ അകത്ത് കയറ്റി. ഈ ഡ്രൈ ഫുഡ് അല്ലാതെ വേറെ എന്തെങ്കിലും ഫുഡാണ് നമ്മുടെ ഡോഗ്സ്? ഡ്രൈ ഫുഡ് പിന്നെ രാവിലെ ഡ്രൈ ഫുഡ് കുറച്ച് കൊടുക്കും. പിന്നെ വൈകുന്നേരം ചോറും ചിക്കനും കൂടെ കൊടുത്ത് മിക്സ് ചെയ്ത് ഒരു 5:30 ആകുമ്പോൾ കൊടുക്കും. അത് ഡെയിലി 2 ആണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത്. ഇതിലൂടെ നമ്മുടെ കനലിലെ ഡോഗ്സിൻ്റെ പപ്പിയുടെ എല്ലാം പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? പ്രൈസ് എൻ്റെ കിടക്കുന്ന എൻ്റെയിലല്ല പൊതുവേ ഉള്ള പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാഷാണ് ഏറ്റവും, ഡാഷല്ലേ പോമ, അതൊരു സെയിം റേഞ്ചിൽ നിൽക്കുന്ന ഒരു 3 രൂപ തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ അവിടുന്ന് 60-70 രൂപ വരെയുള്ള റേഞ്ചുള്ള ഡോഗ്സ് ഉണ്ട്.
നമ്മുടെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 രൂപ. 3 രൂപ തൊട്ട് ഡാഷിനെ കിട്ടും, പോമിനെ കിട്ടും. പിന്നെ ലാബ് ആകുമ്പോൾ ഒരു ഏകദേശം ഒരു പേപ്പറിലാണെങ്കിൽ ഒരു 8 രൂപ 9 രൂപ. അത് നല്ല പപ്പീസ്. അല്ലെങ്കിൽ നമ്മൾ 6 രൂപ 600 രൂപ 7 രൂപ ആ ഒരു റേഞ്ചിലാണ് കൊടുക്കുന്നത്. നല്ല പപ്പീസ് ആണെങ്കിൽ മാത്രം ഒരു 8 രൂപ. പിന്നെ പേപ്പർ ഉള്ളത് വിത്ത് കീസ് നമ്മൾ കൊടുക്കുന്നത് 15 രൂപ 16 രൂപ ആ ഒരു റേഞ്ചിലാണ്. പിന്നെ അത് ലാബാണെങ്കിലും. പിന്നെ എല്ലാ ക്വാളിറ്റിയുടെ അനുസരിച്ചും പിന്നെ ബ്രീഡിനനുസരിച്ചും നമ്മുടെ പ്രൈസ് റേഞ്ച് വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ ഒരു 60 രൂപ റേഞ്ച് വരെയുള്ള പപ്പീസ് നമുക്കിവിടെ പോകുന്നുണ്ട്. നമ്മുടെ കെനലിലെ ബ്രീഡിംഗ് അല്ലാതെ വേറെ എന്തെങ്കിലും ഫെസിലിറ്റി ഉണ്ടോ? ബ്രീഡിംഗ് അല്ലാതെ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ബോർഡിംഗ് ഉണ്ട്. ബോർഡിങ് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ഒബീഡിയൻസ് ട്രെയിനിങ്ങും കൂടെ ചെയ്യുന്നുണ്ട്. ആണെങ്കിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് സ്റ്റഡിങ് ചെയ്യാറുണ്ട്. അതുകൂടെ നമ്മൾ ഇത്രയും ഫെസിലിറ്റീസ് നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. നമ്മുടെ ഇപ്പം കിടക്കുന്ന സ്റ്റഡ് ഡോഗ്സ് എന്ന് പറയുന്ന ലാബ് കിടപ്പുണ്ട്, നിയോപോളിറ്റൻ മസ്റ്റിഫ് കിടപ്പുണ്ട്, പിന്നെ ബീഗിൾ കിടപ്പുണ്ട്, ഷെപ്പേർഡ് കിടപ്പുണ്ട്, പിറ്റ്ബുള്ള് കിടപ്പുണ്ട്, റോട്ട് വീലർ കിടപ്പുണ്ട്, അങ്ങനെ ഒരു ഹസ്കി കിടപ്പുണ്ട്. ഒട്ടുമിക്ക ബ്രീഡ്സും നമ്മുടെ ഇവിടെ സ്റ്റഡ് ഡോഗ്സ് അവൈലബിൾ ആണ്.